പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ബാണ്ടൂക്കിലാണ്. ബാണ്ടൂക്കിന്ന് ഗാരൂത്ത് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. ഗാരൂത്തിൽ അടിപൊളി കുറേ വാട്ടർഫാൾസ് ഉണ്ട്. അപ്പം അങ്ങോട്ടാണ് പോകുന്നത്. ഞാൻ ഇവിടുത്തെ ഒരു ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ ഒരു മിനി ബസ്സാണ് എടുത്തേക്കുന്നത്. ഹായ്, പുള്ളിക്കാരി എൻ്റെ അടുത്ത് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഭാഷ അറിയാത്തതുകൊണ്ടൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇവിടുന്ന് ഞാൻ പറഞ്ഞു വില്ലേജ് വഴിയാണ് പോകുന്നത്, ടോൾ റോഡ് അവോയ്ഡ് ചെയ്തിട്ട്. അപ്പോൾ പോകുന്ന വഴി ഇങ്ങനെ ഫുള്ള് ഹൈ റേഞ്ച് ഒക്കെ ആയിരിക്കും. അപ്പോൾ വില്ലേജ് എന്തെങ്കിലും കാണുമ്പോൾ അവിടെ ഇറങ്ങിയിട്ട് പിന്നെ ലിഫ്റ്റ് കിട്ടുമോയെന്ന് എനിക്കറിയില്ല. വില്ലേജിൽ ഇറങ്ങി അതിന് ശേഷം ലിഫ്റ്റ് കിട്ടുമോയെന്നൊക്കെ നോക്കണം. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു ട്രാഫിക്കും ഈ ഒരു സിറ്റീൻ്റെ ഉള്ളിൽ നമുക്ക് ലിഫ്റ്റ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു മിനി ബസ് എടുത്തിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറേ നേരമായി. പക്ഷെ ഇവിടെ ഭയങ്കര ട്രാഫിക്കാണ് കേട്ടോ. എത്ര നേരമായിട്ടും എവിടെ എത്തിയിട്ടില്ല. വളരെ സ്ലോ ആയിട്ടാണ്. ഈ വണ്ടിയാണെങ്കിൽ എല്ലാവരെയും കയറ്റി ഫുള്ളാവുന്നവരെ ഉണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് കുറേ ആൾക്കാർ കയറും. ഫുള്ളാവുന്നവരെ അവർ വളരെ സ്ലോയിലേക്ക് പോകും. എൻ്റെ അമ്മ ചൂടെടുത്തിട്ട് ചാവാറായി. എനിക്ക് വയ്യ. ഇത്ര നേരമായിട്ട് വണ്ടി നിർത്തിയിട്ടിട്ട് ഇപ്പോഴാണ് ജസ്റ്റ് ഒന്ന് വണ്ടി എടുത്തത് കേട്ടോ. അപ്പോൾ ഒരു 3 മണിക്കൂറോളമായി. ഇപ്പോൾ സമയം 2:30 2:30ക്കാണ് അത് വണ്ടി ഒന്ന് എടുത്തത്. രാവിലെ പിടിക്കുന്നുണ്ട്, വയ്യാണ്ടായി. ട്രാവൽ ചെയ്യാനുള്ള മൂടേ പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പൊ സമയം 4:30 ആയിട്ടുണ്ട്. ഞാനിപ്പോഴാണ് ഇവിടെ എത്തുന്നത്. എൻ്റെ അമ്മ അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് ചൂട് തളർന്നു കേട്ടോ. ഞാനിതാ ഇവിടെ ജസ്റ്റ് മാപ്പിൽ ഗാരൂത്ത് എന്ന് പറഞ്ഞ സ്ഥലം എത്തുന്നതിന് മുന്നേ വാട്ടർഫോൾസ് കുറേ കണ്ടു. അപ്പോൾ അങ്ങനെ ഇവിടെ ഇറങ്ങിയതാണ്. ഒരു 10 കിലോമീറ്റർ മുന്നേ. അപ്പോൾ ഇവിടെ ടോയ്ലറ്റ് അന്വേഷിച്ച് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി എവിടെയെങ്കിലും പോകാം കേട്ടോ. 4:15 തന്നെ ഓൾമോസ്റ്റ് ഇരുട്ടായി. ഒരു 5 മണിയൊക്കെ നമ്മളേക്കും ഫുള്ള് ഡാർക്കാവും. അവിടെ ഒരു വില്ലേജ് കാണുന്നുണ്ട്. അങ്ങോട്ടൊക്കെ മൗണ്ടൈൻ സൈഡാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ആ വില്ലേജിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ നടന്നാണ് പൊക്കോണ്ടിരിക്കുന്നത്. ആ വില്ലേജിലേക്ക് പോകാൻ വഴിയൊന്നും കാണുന്നില്ല കേട്ടോ. മേ ബി ഞാൻ അപ്പുറത്ത് പോയിട്ട് ഹിച്ച് ചെയ്തോട്ടെ. ലിഫ്റ്റ് കിട്ടുമോയെന്ന് അറിയില്ല. കിട്ടുമോയെന്ന് ട്രൈ ചെയ്തോട്ടെ. ഞാൻ ലിഫ്റ്റ് അടിച്ചപ്പോഴേ അവിടെ ഒരാൾ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു പഴയ വണ്ടിയൊക്കെയാണ്. ഓക്കെ, straight. Base camp. Oke. Turun dari gunung. Ini eവിടെ punya kali. 1 minute. Oke. Bener വണ്ടി വെച്ചിനാട്ടോ. അയ്യോ, എങ്ങോട്ടാണോ? ഭാഷ അറിയാത്തോണ്ട് വലിയ ടാസ്കാ. കുറേ നേരം ബൈക്കിൽ കറങ്ങി. ഇപ്പോൾ ഗാരൂത്ത് സിറ്റീൻ്റെ ഉള്ളിലേക്ക് എങ്ങാണ്ട് അവൻ എന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനവിടെ സിഗരറ്റ് വലിക്കാൻ വേണ്ടി നിർത്തിയപ്പോൾ ഞാനിത് മാംഗോ മേടിക്കുന്നുണ്ട്, കട്ട് ചെയ്ത് മേടിക്കുന്നുണ്ട്. യെസ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. പുറകിൽ ബാഗ് ഇട്ടിട്ട് ഷോൾഡറൊക്കെ നല്ല വേദനയുണ്ട്. ഞാനിത് അവിടെ ഇരിക്കുകയാണ്. ഇവിടെ ഇരുന്നിട്ട് അവർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ കഴിച്ചിട്ട് ഇടയിൽ പോകണം. കുന്നും മലയൊക്കെ എന്നെ കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ കയറ്റമാണ്. കുറേ നേരമായി, എത്രയോ മണിക്കൂറായിട്ട് തന്നെയാണ് അവസ്ഥ. എൻ്റെ ബാക്കിലെ വെയിറ്റ് ബാഗ് എല്ലാം കൂടെ ഞാൻ ഡെറ്റാവും. ഈ ചെറിയ കയറ്റം എത്രയോ വലിയ കയറ്റങ്ങളാണ്. അത് നോക്കിയാലോ കയറ്റം ബാഗ് പോകണം.
പഴയ ടൈപ്പ് വെസ്പയാണ്, അതിലാണ് വന്നിട്ടുള്ളത്. അവൻ ടയേർഡായിട്ട് നിർത്താമെന്ന് പറഞ്ഞാൽ സിഗരറ്റ് വലിക്കാൻ വേണ്ടിയിട്ട്. അവൻ്റെ വില്ലേജ് ഇവിടെ അടുത്ത് എവിടെയാണെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു അവിടെ ആക്കിക്കോന്ന്. ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ കാണിക്കുന്നതൊക്കെ തെറ്റാന്ന് തോന്നുന്നുണ്ട്. ഏതോ ഒരു വില്ലേജിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് അത് അവൻ്റെ വില്ലേജാന്ന് പറഞ്ഞു. അവൻ്റെ അവിടെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ മല കയറിയിട്ട് മൊത്തം താഴത്തേക്ക് ഇറങ്ങി. എന്നിട്ട് ഞാനിപ്പോൾ ചോദിച്ചു വില്ലേജ് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അവൻ പറയും വില്ലേജിൽ പോകണില്ലെന്ന്. ഇവൻ്റെ കിളി പോയേക്കാന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു ഓക്കെ, നീ എവിടെയെങ്കിലും പൊക്കോ, തൊട്ടപ്പുറമുള്ള ഏതെങ്കിലും വില്ലേജിൽ എന്നെ ഒന്ന് ഇറക്കി വിടാൻ പറഞ്ഞു. അവൻ എന്നെ ഇവിടെ ഒരു വില്ലേജിൽ കൊണ്ട് ഇറക്കിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇവിടെ എവിടെയെങ്കിലും ഈ വില്ലേജിൽ സ്റ്റേ ചെയ്യണം. ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ എല്ലാവരോടും സംസാരിച്ചിട്ട് വേണം പറഞ്ഞ് മനസ്സിലാക്കാൻ. ഞാനിത് ഇവിടെ ഒരു വില്ലേജിൽ വന്നിട്ട് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൂഗിൾ ട്രാൻസ്ലേറ്റിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവർക്ക് കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഗൂഗിൾ ട്രാൻസ്ലേറ്റിലാണെങ്കിലും എക്സാക്റ്റ് ആയിട്ടല്ല വരുന്നത്. അതുകൊണ്ട് 2-3 വട്ടമൊക്കെ ടൈപ്പ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഓക്കെ, അടിപൊളി ആൾക്കാരാണ് കേട്ടോ. അവരിത് ഇവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പം എന്നോട് കുറേ പ്രാവശ്യം പറഞ്ഞു ചായ കുടിക്കുക, ചായ നോ 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 ചായ വേണ്ടാന്ന് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു. എന്നിട്ട് എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര സ്നേഹമുള്ള ആളുകളാണ്. ബനാനേൻ്റെ എന്തോ ഫുഡും കേഹു എന്ന് പറഞ്ഞ എന്തോ ഒരു ഫുഡും പിന്നെ അത് കോഫീൻ്റെ എന്തോ ഒരു കോൾഡ് കോഫി പോലത്തെ ഒരു ഡ്രിങ്കും ഒക്കെ അതെ. താങ്ക് യു ഇവിടെയുള്ള ആൾക്കാർ മേടിച്ചിട്ട് വന്നേക്കുവാണ് കേട്ടോ. ഇവിടെ അവരെല്ലാവരും ഭയങ്കരമായിട്ട് സിഗരറ്റ് വലിക്കുന്ന കാണാം വന്നേ. പിന്നെ ഭയങ്കര സ്നേഹമാണ് എൻ്റെ അടുത്ത്. കുറേ നേരം സംസാരിച്ചു ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ നമ്മൾ. എന്നിട്ടാണ് അവർ ഈ ഫുഡൊക്കെ മേടിച്ച് തന്നെ കേട്ടോ. ഇവിടെ ആൾക്കാരുടെ എണ്ണം കൂടി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തോരം ആൾക്കാരാ. ഇപ്പോൾ എനിക്കൊന്ന് മദ്രസയൊക്കെ വിട്ടിട്ട് വന്ന്. അപ്പം അങ്ങനെ കുറേ പിള്ളേരുണ്ട് ഇവിടെ. ഹായ് ഈ ഒരു ഫാമിലിയാണ് എന്താ പറയാ ഇന്ന് എന്നെ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അവർ ഭയങ്കര ഹാപ്പിയാണ് എന്നെ നോക്കുന്നതിൽ. അപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വേറെ ഒരാളെ വിളിച്ച് ഇംഗ്ലീഷൊക്കെ സംസാരിച്ച് അങ്ങനെയാണ് നോക്കുക. അവർ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ എൻ്റെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു കേട്ടോ. ഭയങ്കര സ്നേഹമായിരുന്നു. ഓക്കെ, ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അവരെനിക്ക് കുറേ സ്നാക്സ് ഒക്കെ കൊണ്ടു തന്നിട്ടുണ്ട്. ഇത് ബ്രൗണി കൊണ്ടു തന്നിട്ടുണ്ട്. പിന്നെന്താ കുറുപ്പ് എന്ന് പറഞ്ഞ എന്തോ പപ്പടം പോലെ ക്രിസ്പി ആയിട്ടുള്ള സാധനം. ഇത് ഫുഡിന്റെ കൂടെ ഒക്കെ അവർ തരും കേട്ടോ. അപ്പൊ ഞാനിത് ഇച്ചിരി കേക്കും ഇതൊക്കെ കഴിക്കുവാണ്. താങ്ക് യു. ഓക്കെ, നമ്മുടെ കപ്പ ഉണ്ടല്ലോ, കപ്പ ഫ്രൈ ചെയ്തതോ എന്തോ ആണ് കൊടുന്നേക്കുന്നത്. കുറെ സാധനങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട്. ഞാനിതാ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. വയറ് നിറഞ്ഞ് നൂഡിൽസ് മൊത്തം കഴിച്ച്. റൈസ് ഉണ്ട്, ബാക്കി കപ്പ വറുത്തതും എന്തൊക്കെയോ ഉണ്ട്. അതൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. വയറ് ഫുള്ളായി. ഇത് വെള്ളം തന്ന് വെള്ളം കുടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ഇവിടെ എല്ലാവരും ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. കുറെ ആൾക്കാർ പുറത്തുണ്ട്. മതിയായി, വയറ് ഫുള്ളായി. താങ്ക് യു. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി ഞാൻ ഇവിടെ കിടന്നുറങ്ങി. അപ്പോൾ മോർണിംഗ് ആയപ്പോൾ അവര് കുറേ ഫുഡൊക്കെ ഇന്നലെ തന്ന എന്തൊക്കെയോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രൈഡ് ഐറ്റംസും ഷുഗറൊക്കെയാണ് തന്ന്. ഞാനാണെങ്കിൽ തടി കൂടിയിട്ട് കുറച്ച് ഹെൽത്തൊക്കെ നോക്കാമെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടുന്ന് ഒരു പാല് മേടിച്ച് എന്തോ ഒരു നമ്മുടെ പാലട പായസത്തിൻ്റെ പാലെങ്ങനെ ഇരിക്കും അതുപോലത്തെ ഒരു ടിൻഡ് മിൽക്കൊക്കെയാണ്. അതിൽ എൻ്റെ ഓട്സ് ഉണ്ടായിരുന്നു. അതൊക്കെ ഇട്ടിട്ട് ഞാനിതാ ഇവിടെ ഓട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ അതിൻ്റെ കൂടെ എന്തൊക്കെയോ ഫുഡ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ഹായ് ഗുഡ് മോർണിംഗ്. കുറെ ആൾക്കാർ എൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനും എൻ്റെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുന്നുണ്ട്. കുറെ പേര് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞിട്ടാ. അപ്പോൾ അവരൊക്കെ ഫോട്ടോ എടുക്കാൻ പുറത്തൊക്കെ ആൾക്കാർ കാത്തിരിക്കുകയെന്ന് പറയുന്നുണ്ട്. ഇത് ഏതോ കുഞ്ഞു കൊച്ചിനെ കൊണ്ടൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ എന്താ ഇതൊക്കെ പാലടേൻ്റെ കളർ പോലെയുണ്ട്, പായസം പോലെ ഇരിക്കുന്നുണ്ട്. ഞാൻ പക്ഷെ ഷുഗറൊന്നും ആഡ് ചെയ്യില്ല, ജസ്റ്റ് ഇൻസ്റ്റൻറ്റ് ഓട്സ് ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ് ഈ കാണുന്നത്. ഇതൊന്നും എനിക്ക് തോന്നുന്നു കപ്പ ഫ്രൈഡ് ആണെന്ന് തോന്നുന്നുണ്ട്. അതെന്തായാലും കുറച്ച് കഴിക്കാം. ഫുഡൊക്കെ കഴിച്ച് ഞാനിത് ഇവിടുന്ന് ഇറങ്ങാണ്. അപ്പോൾ ഇവരോടൊക്കെ ബൈ കണ്ടോ. ഓക്കെ, ബൈ. ഭയങ്കര സ്നേഹാട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഭയങ്കര സ്നേഹമാണ്. അതെ, ആ ഒരു വണ്ടി ബൈക്കിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇവർ അറേഞ്ച് ചെയ്ത വണ്ടിയാണ്. ഞാൻ ഇവിടെ അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവരങ്ങോട്ട് വണ്ടി വിടാമെന്നൊക്കെ പറഞ്ഞ് വണ്ടിയൊക്കെ വിട്ടു. അത്രയ്ക്ക് സ്നേഹമായിരുന്നു. ഭയങ്കര അടിപൊളി ആൾക്കാർ, ഭയങ്കര ഹോസ്പിറ്റാലിറ്റി എല്ലാം. ഓക്കെ, ബൈ. താങ്ക് യു. ഭയങ്കര സ്നേഹമാണ് കേട്ടോ. എന്താ പറയാ, അത് പറയാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് പോകുന്ന വഴിക്ക് നല്ല മഴയാണ്. അപ്പോൾ ഇവിടെ കയറി നിൽക്കാം കേട്ടോ. ഫുള്ള് കുറേയൊക്കെ നനഞ്ഞിട്ടുണ്ട്. ഈ ഡ്രസ്സിങ്ങിന് നെറ്റ് ആയതുകൊണ്ട് മനസ്സിലാവാത്തതുകൊണ്ടാണ് കണ്ടോ. ഇവിടെ ഇപ്പോൾ റെയിനി സീസണാണ്. ക്ലൈമറ്റ് ആക്ച്വലി ഒരു 20 ഡിഗ്രി അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ചൂട് ഫീൽ ചെയ്യാം. പുറത്തിറങ്ങുമ്പോൾ വീടിൻ്റെ ഉള്ളിലൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര ചൂട്. കാരണം ഇവർ ഫാനോ AC യോ വേറെ ഒരു കാര്യങ്ങളും ഇല്ല കേട്ടോ. കുറേ കപ്പയുണ്ട്.
ഈ ഫ്രണ്ടിൽ കാണുന്ന ഇതെല്ലാം കപ്പയുടെ കൃഷിയാണ്. പിന്നെ ഇന്ന് അവർ രാവിലെ കഴിക്കാൻ വേണ്ടി തന്നൊക്കെ എനിക്ക് കപ്പ ഫ്രൈ എല്ലാം ആണ്. കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പം മഴ കൂടിയെന്നല്ലാതെ കുറയുന്നില്ല കേട്ടോ. നോക്കിയേ, നല്ല മഴയാണ്. നമ്മുടെ നാട്ടിലൊക്കെ പോലൊരു ഫീലുണ്ട്. കാരണം നല്ല പച്ചപ്പും പിന്നെ ഓടിട്ട വീടുകളും നല്ല വൈബുണ്ട്. ഇവിടെ എല്ലാവരും റെയിൻ കോട്ട് മേടിച്ചിട്ടാണ് പോകുന്നത്. കാരണം ഇപ്പോൾ റെയിനി സീസണാണ്. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ആണ് റെയിനി സീസണിൻ്റെ. ഇനി അങ്ങോട്ട് ഡിസംബറൊക്കെ ആകുമ്പോഴേക്കും നല്ല മഴയായിരിക്കും, ഫുൾ ടൈം മഴയായിരിക്കും. ട്രാവൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഈ ടൈമിലാണ് പക്ഷേ കുറച്ച് തണുപ്പൊക്കെ ഉണ്ടാവുള്ളൂ, ചൂടൊക്കെ കുറവുണ്ടാവുള്ളൂ. ബാക്കിയുള്ള സമയത്തൊക്കെ ഭയങ്കര ചൂടായിരിക്കും. പോകുന്ന വഴി നോക്ക് എന്ത് ബ്യൂട്ടിഫുള്ളാണെന്നറിയോ, നല്ല രസമുണ്ട്. നമ്മുടെ നാട്ടിൽ എവിടെയോ ഇടുക്കിയോ വയനാടൊക്കെ പോകുന്നൊരു ഫീലുണ്ട്. പക്ഷെ അതിനേക്കാൾ ബ്യൂട്ടിഫുള്ളാണ്. ഇതേ ഒരു പുഴ ഇങ്ങനെ നടുവ് കൂടെ ഒഴുകുന്നുണ്ട്. പുഴയല്ല, തോട് എന്ന് പറയും എൻ്റെ നാട്ടിലൊക്കെ. അങ്ങനെ ഒരു തോട് ഒഴുകുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ ഹട്ടൊക്കെ കാണുന്നുണ്ട്. നമുക്ക് ഫുള്ള് ഗ്രീനറി കേട്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇതേ അവിടെ ചെറിയൊരു ബ്രിഡ്ജൊക്കെ ഉണ്ട് അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ. കുറേ കൃഷി നടക്കുന്നുണ്ട്. കുറേ ആളുകളൊക്കെ ഇടയിൽ നിൽക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. രണ്ട് സൈഡിലും ഫുള്ള് നെൽപ്പാടങ്ങളാണ് കേട്ടോ. പിന്നെ അവിടെയൊക്കെ കുറേ ഹട്ടുകളുണ്ട്, ചെറിയ ചെറിയ വീടുകളൊക്കെ കാണാൻ പറ്റുന്നത്. ചില സൈഡിലൊക്കെ കുറേ വില്ലേജസും കാണാം. ഒന്നാമത് ലെയറായിട്ട് ആ കൃഷി കാണുന്നതാണ് ഏറ്റവും അടിപൊളി കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. നല്ല രസമുണ്ട്. നമ്മൾ ബാലി എന്നൊക്കെ പറഞ്ഞ ഒരു വീഡിയോസ് കാണില്ലേ, അപ്പോൾ ബാലിയിൽ ഇങ്ങനത്തെ സ്ഥലങ്ങൾ കുറവാണ്. പക്ഷേ എന്താ പറയുക, ജക്കാർത്തല്ല, എന്തായാലും പറയുക, ജാവ എന്ന് പറഞ്ഞിട്ടുള്ള എന്താ പറയുക പ്രൊവിൻസ് അല്ലല്ലോ, റീജിയൻ ആണിത്. സുമാത്ര റീജിയൻ, അങ്ങനെ ഓരോ റീജിയൻ ഉണ്ട്. റീജിയൻ ആണോ പ്രൊവിൻസ് ആണോ അതോ വേറെ ഐലൻഡ് ആണോ? ഐലൻഡ് എന്ന് പറയാം, ഓരോ ഐലൻഡാണ് കേട്ടോ. അപ്പോൾ ഇത് ജാവ എന്ന് പറഞ്ഞ ഐലൻഡ്. ഇവിടെ മൊത്തം ഇങ്ങനെയാണ്, പോകുന്ന വഴിക്കെല്ലാം മൊത്തം ഇങ്ങനെ തന്നെ കാണുന്നത്. അവിടെ താഴത്തേക്ക് എന്തോ ഇടിഞ്ഞു വീണുവെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ആൾക്കാർ പൈസയൊക്കെ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ ആൾക്കാർ, നാട്ടിലുള്ള ആളുകൾ ഇങ്ങനെ വന്ന് ജസ്റ്റ് വണ്ടികൾ ഇതാക്കാൻ അതിലും ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതിന് ഇവർ പൈസ മേടിക്കും. അങ്ങനെയാണ് ഇത്. ആദ്യമായിട്ടല്ല കാണുന്നത്, കുറേ സ്ഥലത്ത് ഞാനിങ്ങനെ കണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ പോലീസുകാർ ഓൾറെഡി എന്താ ട്രാഫിക് പോലീസ് ഡയറക്ഷൻ കൊടുക്കൂലേ, അതുപോലെ ഇവിടെ ആൾക്കാർ ഇവരിങ്ങനെ ഡയറക്ഷൻ തരും. അപ്പോൾ ആ ഡയറക്ഷൻ തരുന്നവർ ഇതുണ്ടോ, ഇവിടെയാണ് താഴേക്ക് ഇറങ്ങി പോയിട്ടുള്ളത്. അപ്പോൾ ആ ഡയറക്ഷൻ തരുന്നതിന്, ആ പണി എടുക്കുന്നതിനൊക്കെ അവർ ഇങ്ങനെ ആളുകളുടെ നിന്ന് പൈസ മേടിക്കും കണ്ടോ. ജസ്റ്റ് ഇങ്ങനെ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഓരോ ഡയറക്ഷൻ കൊടുക്കുകയുള്ളൂ. എന്ത് ബ്യൂട്ടിഫുള്ളാണ് നോക്ക്, നല്ല പച്ചപ്പ് നിറഞ്ഞ നല്ല രസമുള്ളൊരു എന്താ പറയുക വഴി. ഈ വഴി പോകുന്നതിന് നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ ഒരു 18 ഡിഗ്രിയൊക്കെയാണ് കാണിക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. റോഡാണെങ്കിലും അത്യാവശ്യം നല്ല റോഡാണ്. പിന്നെ ഇടയ്ക്കൊക്കെ തന്നെ താഴേക്ക് വീണ് പോയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ഫുള്ള് മുസ്ലിം ആളുകളാണ്. എന്താ പറയുക, ഒരു മുസ്ലിം കൺട്രിയാണിത്. പക്ഷേ ഭയങ്കര ലിബറലാണ് അവർ. ഓർത്തഡോക്സോ അങ്ങനെയൊന്നുമല്ല. പിന്നെ പെൺകുട്ടികളൊക്കെ എല്ലാവരും ജോലി ചെയ്യും. ആൺകുട്ടികളാണ് ജോലി ചെയ്യാത്തത്. പെൺകുട്ടികളെല്ലാവർക്കും ജോലി ഉണ്ടാവും. അവരായിരിക്കും മെയിനായിട്ട് എല്ലാ പണിയെടുക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഇവിടെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ ഒരു ഈക്വൽ ആയിട്ടുള്ള രീതിയിലാണ് അവരുടെ ജീവിത രീതി. പിന്നെ ഭയങ്കര സ്നേഹമുള്ള ആളുകളാണ്, ഫ്രണ്ട്ലിയാണ്, നല്ല ഹോസ്പിറ്റാലിറ്റിയാണ്. അതിലുപരി ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ നാച്ചറും കണ്ടിട്ട് പോകാം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ പാലക്കാടും ആലപ്പുഴ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് നെൽവയലൊക്കെ ഒരുപാട് കാണാൻ പറ്റുന്നുള്ളൂ. ഇവിടെ ഒരുപാട് അങ്ങനെയുണ്ട്. ഇപ്പോഴൊക്കെ കൊല്ലങ്കോടൊക്കെ പാലക്കാട് ഓരോ നെൽവയൽ കാണാനായിട്ട് ഓരോ ടൂറിസ്റ്റിക് സ്ഥലം വന്നിട്ടുണ്ട്. അതായത് അത്രയും വംശനാശം നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ. ഇവിടെയൊക്കെ പ്യുവറായിട്ട് അവർ ഇങ്ങനെ പഴയ ഒരു ആ രീതിയിലാണ് ജീവിക്കുന്നത്. എന്നാൽ എല്ലാ സ്ഥലത്തും റേഞ്ച് ഉണ്ട്, 4G ഉണ്ട്, 5G ഉണ്ട്. എല്ലാ സ്ഥലത്തും എനിക്ക് ഹൈ നെറ്റ്വർക്കാണ് കിട്ടി. ഇന്നലെയൊക്കെ ഞാൻ സ്റ്റേ ചെയ്ത സ്ഥലം എന്ന് പറയുന്നത് വളരെ ഉള്ളിലേക്കാണ്, കുറേ ഉള്ളിലേക്ക് പോയിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ വരെ എനിക്ക് 4G ഫുൾ നെറ്റ്വർക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അതാണ് ആക്ച്വലി വേണ്ടത്. അതായത് ആ ഗ്രാമീണതയും. യെസ് ഓ, പറഞ്ഞു തീർന്നില്ല. ഞാനിവിടെ നിർത്താൻ പറഞ്ഞായിരുന്നു. എനിക്ക് ഫ്രൂട്ട്സ് എന്തെങ്കിലും മേടിക്കാൻ വേണ്ടിയിട്ട്. ഇത് ബനാനയാണ്, പക്ഷെ ഒരെണ്ണമായിട്ട് അവർ തരുമോയെന്ന് എനിക്കറിയില്ല കഴിക്കാൻ വേണ്ടി. ഇവിടുന്ന് അങ്ങനത്തെ ഒരു ചെറുത് 3 എണ്ണം കഴിച്ചു കേട്ടോ. ഇതേപോലത്തെ ഒരു 3 എണ്ണം കഴിച്ചു. 3 എണ്ണത്തിന് അവർ 6000 മേടിച്ചു. അപ്പോൾ പറ്റിക്കാണെന്ന് എനിക്കറിയാം, എന്നെ പുറത്തുനിന്നുള്ള ആളായതുകൊണ്ട്. പക്ഷേ അവർ ഒരെണ്ണമായിട്ട് തരില്ല, ഫുള്ളായിട്ട് തരുള്ളൂ എന്ന് പറഞ്ഞു. ഒരെണ്ണമായിട്ട് തരാമെന്ന് പറഞ്ഞു. തരാത്തതുകൊണ്ടാണ് പിന്നെ മേ ബി റേറ്റ് കൂടുതലായിരിക്കും. ഒരുമിച്ചൊരു 1 കിലോക്ക് മേടിക്കുമ്പോൾ അത്രയും റേറ്റ് ചിലപ്പോൾ വരില്ലായിരിക്കും. ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്, നല്ല തണുപ്പും നല്ല രസമുണ്ട്. കോടയില്ലെന്ന് മാത്രമേ ഉള്ളൂ, നല്ല രസമുണ്ട്. പക്ഷെ നല്ല തണുക്കുന്നുണ്ട്, ഒരു കുളിരി കോരുവാണ് കേട്ടോ. നല്ല അടിപൊളി റോഡും. ഇവിടെ കുറേ പള്ളി കാണാൻ പറ്റുന്നുണ്ട്.
ഇഷ്ടം. പച്ചപ്പ് കാണുമ്പോൾ എന്താ പറയുക, ഉള്ളിൽ നിന്നൊരു സന്തോഷമാണ്. പിന്നെ ഈ ട്രഡീഷണൽ വില്ലേജസും